ലൈംഗികാരോഗ്യത്തിന് വേണ്ടി നല്ല ഭക്ഷണക്രമം, ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടോ? മോശം ഭക്ഷണക്രമം ലൈംഗികാരോഗ്യത്തെ ബാധിക്കുകയും ആത്മവിശ്വാസം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ലൈംഗികാരോഗ്യം? ആരോഗ്യകരമായ പ്രത്യുത്പാദന ശേഷി, ഹോർമോൺസിന്റെ സന്തുലിതാവസ്ഥ, അതുപോലെ തന്നെ വൈകാരികമായ അടുപ്പം നിലനിർത്താൻ കഴിയുക എന്നിവയാണ്. എപ്പോഴാണ് ലൈംഗികാരോഗ്യത്തിന് കോട്ടം തട്ടുന്നത്? ഉത്കണ്ഠ, സ്ട്രെസ്, മോശമായ രക്തചംക്രമണം, ഹോർമോണൽ ഇംബാലൻസസ്, ജങ്ക് ഫുഡിന്റെ അമിതമായ ഉപയോഗം, പുകവലി, മദ്യപാനം, ഡയബറ്റീസ്, പൊണ്ണത്തടി, അതേപോലെ തന്നെ വൈറ്റമിൻ ഡി, സിങ്ക്, ഒമേഗ 3 എന്നിവയുടെ അഭാവം. എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ? സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക താല്പര്യം കുറഞ്ഞു പോകുന്നു. പുരുഷന്മാരിൽ ഉദ്ധാരണശേഷിക്കുറവ്, ഉത്തേജനം, മോശമായ ഉത്തേജനം. ഇതേപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ ക്രമക്കേടുകൾ, യോനി ഭാഗത്തുള്ള വരൾച്ച, വേദന. ഇതെല്ലാം സ്ത്രീയുടെയും പുരുഷന്റെയും ആത്മവിശ്വാസം കുറയ്ക്കുകയും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഭക്ഷണത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. പ്രത്യേകിച്ച് ബീട്രൂട്ട്, ഈന്തപ്പഴം, പോമോഗ്രാനൈറ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് രക്തത്തിലെ അയൺ കണ്ടന്റ് കൂടുന്നു, ക്ഷീണം കുറയുന്നു. അതിനു പുറമെ വാഴപ്പഴം, വിത്തുകൾ, വാൾനട്ട്, ബദാം ഇതെല്ലാം ഹോർമോണിന്റെ ഇംബാലൻസ് ശരിയാക്കുകയും അതുപോലെ തന്നെ ബീജം ഉത്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അശ്വഗന്ധ കുടിക്കുന്നത് ക്ഷീണം കുറയ്ക്കുന്നതിനും താല്പര്യം കൂട്ടുന്നതിനും നല്ലതാണ്. സെറോട്ടോണിൻ അടങ്ങിയിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് താല്പര്യം കൂട്ടുന്നു. തേനും വെളുത്തുള്ളിയും ഭക്ഷണത്തിൽ നല്ലപോലെ ചേർക്കുന്നത് രക്തം ശുദ്ധിയാക്കുന്നു. വൈറ്റമിൻ ഡി കിട്ടുന്നതിന് വേണ്ടി സൂര്യപ്രകാശം ഒരു 10 മിനിറ്റ് കൊള്ളുക. യോഗ, എക്സർസൈസ്, ധ്യാനം എന്നിവ ചെയ്യുക. ജങ്ക് ഫുഡും പുകവലി, മദ്യപാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഈ ലൈംഗിക ആരോഗ്യം നമ്മൾ ഒരിക്കലും ഇതിന്റെ ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് മാത്രമല്ല സംഭവിക്കുന്നത്. ഇതിന് ശരിയായ ഭക്ഷണക്രമവും ജീവിതശൈലി മാറ്റങ്ങളും ആവശ്യമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സ്വാഭാവികമായ അടുപ്പം കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്